ഞാനൊരു കഥ പറയട്ടെ, കേൾക്കുമോ? കഥയൊന്നല്ല കേട്ടോ, എൻ്റെ ഒരു അനുഭവമാണേ. ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഒരു നാലിലോ അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം വരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഉത്സവത്തിന് പോയപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് കമ്മലുകൾ വിൽക്കണ കണ്ടു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് വിഷമമായി പോയി. കാരണം എനിക്കറിയണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് അങ്ങനെ വീട്ടിലൊരു ബുദ്ധിമുട്ടുള്ളതോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ കുറച്ച് സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നത് ഞാൻ എടുത്ത് വെക്കും, എനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം പോയപ്പോൾ ആ കുട്ടിക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എനിക്ക് കുറേ കമ്മലൊക്കെ കൊണ്ടു തന്നു കേട്ടോ. എന്തുകൊണ്ടോ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഈ ഒരു കഥ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഓർത്തേ, ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അങ്ങനെ നമുക്കിപ്പോൾ ബാഗ് വാങ്ങിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കുട വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത ചില മക്കളുണ്ടാവില്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇക്കൊല്ലം വേണ്ട അടുത്ത കൊല്ലം വാങ്ങിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മക്കൾക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ അയച്ചു തരാം. അതായത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഒരുപാട് വലിയ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇത്. ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലാണ്. കാരണം നമ്മൾ ഒരുപോലത്തെ സാധനങ്ങളായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഒരുപാട് വലിയ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ഉപയോഗപ്പെടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പാരൻസ് അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. പിന്നെ നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം. അതായത് ഇത് അത്ര അത്യാവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തിയുണ്ട് അത് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ അവസരം നിങ്ങൾ മിസ്സാക്കരുത്. കാരണം എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് അത് അത്യാവശ്യമാണോ അങ്ങനെയൊന്നും ചെക്ക് ചെയ്തിട്ട് തരാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഓരോരുത്തരും നിങ്ങളങ്ങനെ ഞാൻ പറയണ കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കാര്യം പറയണത്. അപ്പോൾ നമ്മൾ കാരണം വേറൊരാളുടെ ചാൻസ് മിസ്സായി പോകരുത്. പിന്നെ ഇപ്പം എനിക്ക് ഒരു 5 കുട്ടികൾക്ക് മാത്രമാണ് അയച്ചു തരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പിന്നീട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഇത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരമായിരിക്കും.